വിനായക ചതുർത്ഥി ചതുർത്ഥി വളരെ അപകടം പിടിച്ചൊരു തിഥിയാണ്. അതുകൊണ്ടാണ് അന്നത്തെ ദിവസം മൂലാധാരമായിട്ടുള്ള ഗ്രൗണ്ടിങ് പോണ സമയം. ഗ്രൗണ്ടിങ്, മനുഷ്യന്റെ ഗ്രൗണ്ടിങ് മൂലാധാരമാണ്, ഭൂമിതത്വമാണ്. ആണ് ഗണപതിയെ പ്രാർത്ഥിക്കുന്ന ആ ദിവസം. ഗണപതി ഗ്രൗണ്ടിങ്ങിന്റെ ദേവനാ. ഒടും പറഞ്ഞിട്ട് ഇരിക്കുകയല്ലേ, അന്നങ്ങാണ്ടിരിക്കുകയാണ് ഇങ്ങനെ. ഈ അൺഇമോഷണലാണ്, പ്യുവർ ഇന്റലിജൻസ് ആണ്, ശുദ്ധബുദ്ധിയാണ്, വികാരങ്ങളില്ല. പ്യുവർ ഇന്റലിജൻസോട് കൂടിയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോഴേ അറ്റാച്ച്മെന്റ് ഇല്ലാണ്ടിരിക്കുള്ളൂ. അപ്പോഴേ കർമ്മണ്യവാധികാരസ്ഥ എന്ന് പറഞ്ഞ വാക്ക്, ആ വാചകത്തിന് അർത്ഥം വരുള്ളൂ. ചതുർത്ഥി ദിവസം ഏറ്റവും കൂടുതൽ മനസ്സളകണ ദിവസമാണ്, ഗ്രൗണ്ടിങ് പോണ ദിവസമാണ്. അതുകൊണ്ടാണ് അന്ന് ഗണപതി ഉപാസിക്കുന്നത്. അന്ന് ചന്ദ്രനെ കാണരുതെന്നാ. അത് അന്ന് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ വ്യാപരിക്കരുത് എന്നർത്ഥം. അന്നത്തെ ദിവസം പ്രേമിക്കാൻ പോകരുത്, മനസ്സിന് വിഷമമുള്ള കാര്യങ്ങൾ ചെയ്യരുത്, മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മനസ്സിനെ സുഖിപ്പിക്കേണ്ട ഒരു കാര്യവും ചെയ്യരുത് എന്നാണ് വാസ്തവത്തിൽ ചന്ദ്രനെ കാണരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാണ്ട് ചന്ദ്രനെ കണ്ടോണ്ട് തലകുത്തി വീഴുന്നല്ല. അതിനൊരു കോസ്മിക് സിമ്പിൾ അവിടെ കൊടുത്തിരിക്കണമെന്ന് മാത്രം. അന്ന് പ്യുവർ ഇന്റലക്റ്റിനെ ഉപാസിക്കേണ്ട ദിവസമാണ്. യു ഷുഡ് നോട്ട് ബി വർഷിപ്പിംഗ് യുവർ ഇമോഷണൽ സൈഡ്. അറ്റ്ലീസ്റ്റ് വൺ ഡേ, വൺസ് ഇൻ എൻ ഇയർ, സ്റ്റേ ഇൻ യുവർ പ്യുവർ ഇന്റലക്ട്. അതേ ആവശ്യപ്പെടുന്നുള്ളൂ. ഇത് മനസ്സിലാക്കിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തിഥി ഒരു വമ്പൻ ടോപ്പിക്കാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തിഥി. കാരണം ഞാൻ തിഥി വെച്ച് നോക്കുമ്പോഴാണ് എനിക്ക് പലപ്പോഴും പല ആൾക്കാരുടെ ആക്ച്വലി ഇവരാരാന്ന് മനസ്സിലാവാറ്. നക്ഷത്രം കൊണ്ട് കിട്ടാറില്ല. ഇവരുടെ മെയ്ക്ക് എന്താണെന്ന് അറിയാൻ തിഥി കാണണം. ഇവരുടെ മെയ്ക്ക് എന്താണെന്നറിയാൻ, ഇവരൊരു ഗിവൺ ടൈമിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നറിയാൻ നക്ഷത്രം നോക്കണം.